ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 പീസ് ബ്രെഡും ഈ ഓമയ്ക്കയും കൂടെ കൂട്ടിയാണ്. ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാൻ ചപ്പാത്തി ഓമയ്ക്ക കൂട്ടി കഴിക്കും, നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിക്കണം, അതേയുള്ള എൻ്റെ തിങ്കിങ്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു. ഇന്നെനിക്ക് അച്ചാർ പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കഴുകി വെച്ച പാത്രങ്ങളും സ്പൂണുകളും എല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ച്, പിന്നെ രാവിലെയൊക്കെ കാണുമല്ലോ കുറച്ച് പാത്രങ്ങൾ, അതെല്ലാം ഒന്ന് കഴുകണം. അപ്പം പ്രൈസം മോൻ അന്ന് വാങ്ങിച്ച ഓറഞ്ച് ഉണ്ടല്ലോ, അതിലൊരെണ്ണം സോഫ്റ്റായിട്ടിരുന്ന് അതും കൊണ്ട് വന്ന് നോക്കിയുണ്ടേ അത് കൊള്ളത്തില്ലായിരുന്നു. അത് ഞാൻ കളഞ്ഞ് വേറെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നല്ലതായിരുന്നു, പക്ഷെ ആ ഒരെണ്ണം പന്നലായിരുന്നു. അവനന്നേരം കണ്ടോണേ പറയൂ താണ്ടെ മൊബൈൽ ഓണാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അവൻ ആരെയും ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയാൽ ഈ കൊച്ച് ഓഫാക്കുമെന്ന്. ഇപ്പം റേച്ചാൻ വന്ന് ലൈറ്റ് ഇട്ടിട്ട് പോയേ ആ കൊച്ച്, ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല, അത് പോയി ഓഫാക്കും. എന്നാൽ പോൾ അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അവൻ്റെ പല്ലുണ്ടല്ലോ, അവൻ്റെ ലിപ്സ് ഇപ്പോഴും ഇങ്ങനെ മുറിയുന്നുണ്ട്. അതുകൊണ്ട് അവന് ചൊവ്വിന് ബ്രഷ് ചെയ്യാനൊരു പേടിയാണ്, ചോര വരും. അതുകൊണ്ട് ഞാനൊന്ന് ചെയ്യിച്ച് കൊടുക്കാമെന്ന് വെച്ച് ഞാനെന്നാൽ നെയ്യ് ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണ തേക്കുന്നുണ്ട്, എല്ലാം തേക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒഴിച്ച് വെച്ചായിരുന്നു ആദ്യം ഇച്ചിരി. ഇന്നിപ്പം കുക്കറിലെ പാലിൽ ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു. ഇതിപ്പം ഒഴിച്ചാൽ ഇപ്പം ഒഴിക്കുന്നത് മണ്ടയിൽ ഇത്തിരി വെള്ളം തങ്ങി നിൽക്കും. ഇത് കണ്ടോ, ഞാൻ കുക്കറിൽ കാച്ചിയിട്ട് വീണ്ടും വേറൊരു പാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ വറ്റി ഒഴിച്ചത്. അത് നല്ല കട്ടിയായിട്ടിരിക്കും. പക്ഷേ മറ്റേത് ഒഴിക്കുവാണെങ്കിൽ കുക്കറിലൊഴിച്ച് നമ്മളിപ്പോൾ ഈ കാച്ചുന്നത് ഒഴിക്കുവാണെങ്കിൽ ഇങ്ങനെ വെള്ളം മുകളിൽ ഇച്ചിരി നിൽക്കും. അപ്പോൾ ഇതെല്ലാം ഇച്ചിരി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ ഇന്നലത്തെ ഇച്ചിരി ആ മുള്ളും തലയുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് മീനച്ചാർ പരിപാടിയാണ്. അപ്പം ഇന്നങ്ങനെ കുക്കിംഗ് ഇച്ചിരി എന്തെങ്കിലും ഒന്ന് കറി വെക്കണം, അല്ലാതൊന്നുമില്ല. അപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചതായിരുന്നു മീൻ, അതിനി ഒന്നെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. കഞ്ഞിക്ക് നേരത്തെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട്, അതൊന്ന് വെച്ച് വാർക്കണം. കഞ്ഞിക്ക് വെള്ളം വെക്കാനായിട്ട് കലമൊക്കെ ഒന്ന് കഴുകി കഞ്ഞിക്കൂടെ വെള്ളം വെക്കട്ടെ. അപ്പം ഞാൻ ചിന്തിച്ച് കുറച്ച് ഉരുളൻകിഴങ്ങും കോളിഫ്ലവറൊക്കെ എടുത്തൊരു മസാലക്കറി വെക്കാമെന്ന് വെച്ച്. ചപ്പാത്തിക്കൊക്കെ നല്ലതാണല്ലത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഇച്ചിരി ഒന്ന് ജോലികളൊന്ന് ഒതുക്കിയിട്ട് മീനൊക്കെ വറക്കാമെന്ന് വെച്ച്. എന്നും ഞാൻ മീൻ ഗ്യാസേലാണ് വയ്ക്കുന്നത്. പിന്നെ ഇന്നാളില്ലേ ബൾക്ക് ഓർഡറിന് വേണ്ടി ഞാൻ സ്റ്റൗ വാങ്ങിച്ചല്ലേ, അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ അത് ഈ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട് ഗ്യാസിൽ വയ്ക്കാതെ അതിൽ ചെയ്യാതെ, കാരണം അന്നേരം ഉരുളിയുടെ എല്ലാം സൈഡിലും തീ നന്നായി കിട്ടുമല്ലേ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ സാധാരണ ഞാൻ ചിലപ്പോൾ ഇത്തിരി ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യും, പക്ഷേ ഇന്ന് ഡീപ് ഫ്രൈ അല്ല ചെയ്തത്, ഞാൻ കാണിക്കാം. അപ്പോൾ കോളിഫ്ലവറും ഞാൻ ഈ വെള്ളത്തിൽ ഇടുന്നുണ്ടെങ്കിലും കോളിഫ്ലവർ നമ്മളൊന്ന് ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി നേരം ഒന്ന് വെക്കണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും വല്ല കീടയോ പുഴുക്കളോ ഉണ്ടെങ്കിൽ അത് അങ്ങ് പോകാനായിട്ട്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ കഴുകിയെടുത്താൽ ശരിയാവത്തില്ല. അത് ഇടാൻ പോവാ. അപ്പോൾ എക്സോസ് കിടപ്പുണ്ട്, അതുകൊണ്ട് സൗണ്ട് കേൾക്കത്തില്ല. അപ്പോൾ ഇന്നലെ എല്ലാം വെട്ടി മസാല പുരട്ടി വെച്ചതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഗ്യാസിലല്ല ചെയ്യുന്നത്. ആ ഗ്യാസ് അച്ഛനെ അങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന മോറിയുടെ ആ സ്ഥലത്താണ് ഇത് വെച്ചേക്കുന്നത്, മുകളിൽ തന്നെ. അപ്പോൾ ഈ ഉരുളിയാകുമ്പോൾ നമുക്ക് അത്രയും ഹൈറ്റിന് കുഴപ്പമില്ല, ഇളക്കാനും എല്ലാം. വലിയ അന്ന് വാങ്ങിച്ച നമ്മൾ വെളിയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തില്ലേ ഒരു പാത്രം, അത് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് ഭയങ്കര ഹൈറ്റാണ്, ഇളക്കാനും നോക്കത്തില്ല. ഇതാകുമ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതിലെനിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇത്തിരി തീ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഒരു ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇപ്പം ആദ്യമായിട്ടല്ലേ, ആദ്യം എൻ്റെ കടുക് ഇത്തിരി ഒന്ന് കരിയുന്നത് പോലെ ആയായിരുന്നു. ഗ്യാസയിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രാക്ടീസ് ഉണ്ടല്ലേ, നിർത്താമല്ലേ. അപ്പം ഞാനിതൊരു 2-3 തീർപ്പായിട്ടാണ് ഇത് വറുത്തെടുത്തത്. അപ്പം ഗ്യാസേ വെക്കുന്ന ഇത് വെക്കുന്നതായിട്ട് എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിലാണെങ്കിൽ പെട്ടെന്ന് നമുക്കെല്ലാം വറുത്തെടുക്കാൻ പറ്റും, കാരണം ചൂട് എല്ലാ സൈഡിലും ഒരുപോലെ കിട്ടും. ആ ഉരുളിയുടേതായ രീതിയിൽ അത്രയും വലിയ സ്റ്റൗവാണ്. മറ്റേത് ഒത്തിരി സമയം എടുക്കുമായിരുന്നു എനിക്ക്. പിന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലേ.
അതുകൊണ്ട് ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ തന്നെ ഈ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച്. ബാക്കിയെല്ലാം ഞാൻ പാതാമ്പറത്ത് ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം എടുത്ത് അടുത്ത് തന്നെ വെച്ചേക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിലപ്പം മറന്നുപോയി, എനിക്കിത്തിരി മറവിയും കൂടുതലല്ലേ, മറന്നു പോയാലോ ഒന്നും പറഞ്ഞ്. അപ്പം ഞാൻ ഇവിടെ തന്നെ അടുക്കളയിൽ തന്നെ നിന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതും നടക്കും എൻ്റെ, അത് ഇളക്കി കൊടുക്കുകയും ചെയ്താൽ മതിയല്ലേ. ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടി എല്ലാം എടുത്ത് വെച്ചേക്കുക താഴെ തന്നെ കാണത്തക്ക വിധത്തിൽ. ആ സമയത്ത് എടുക്കാമെന്ന് വെച്ചാൽ അതേസമയം ഈ വെജിറ്റബിൾ കറി ഞാൻ ചെയ്യാൻ പോകുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ മുളക് പൊടിയൊന്നും എടുത്ത് താഴെ നേരത്തെ വെക്കത്തില്ല, ആ സമയത്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ പുറകിലായതുകൊണ്ട് ചിലപ്പോൾ അഥവാ എന്തെങ്കിലും പൊടികളോ ഉലുവാപ്പൊടിയോ കായപ്പൊടിയോ മറന്നു പോകുമെന്നും പറഞ്ഞല്ല എടുത്ത് താഴെ തന്നെ വെച്ചേക്കുക. അപ്പോൾ ആദ്യം ഇട്ട ട്രിപ്പ് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഞാൻ അതൊന്ന് കോരിയെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഗ്യാസ് ഒന്ന് ഇതിപ്പം ഞാൻ കുറയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് ഓഫാവും. അങ്ങനെയുള്ള ഇതാണ്. കാരണം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമല്ല ഇതിൽ അന്നും ഇന്നും അല്ല യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടുള്ള ഇതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് ഒന്ന് കോരിയെടുക്കട്ടെ, കാരണം തീ ഇങ്ങനെ കിടക്കുമല്ലേ. ഞാൻ മസാല പുരട്ടി ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് വെച്ചതായതുകൊണ്ട് മസാലയ്ക്ക് അതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടി ഒരാൾക്ക് ഞാൻ കൊടുത്തു. ഇനി 1 കിലോയുടെ കാണും. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പറയുവാണെങ്കിൽ അയച്ചു തരാം കേട്ടോ. ഇന്ത്യയിൽ എവിടെയും അയക്കും. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കും മനസ്സിലായില്ല എങ്കിൽ എനിക്ക് അച്ചാർ ബിസിനസ്സും ഉണ്ട് കേട്ടോ. ഞാൻ അച്ചാറുകൾ ഇങ്ങനെ ഉണ്ടാക്കി വേണ്ടിയവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ സീസൺ അനുസരിച്ച് ഇതിപ്പം മീനാണ് സീസൺ അനുസരിച്ച് നമുക്ക് കിട്ടാൻ പ്രയാസം, അല്ലാതെ ചിക്കനും ബീഫും ഒക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ നാരങ്ങ, മാങ്ങായും സീസൺ അനുസരിച്ച് നാരങ്ങ, ലെമൺ ഡേറ്റ്സ്, വെള്ള നാരങ്ങ, നെല്ലിക്ക ഇതൊക്കെ സീസൺ അനുസരിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം റെഡ് നാരങ്ങയുണ്ട്, വെള്ള നാരങ്ങയുണ്ട്, ലെമൺ ആൻഡ് ഡേറ്റ്സ് ഉണ്ട്, നെല്ലിക്കയുണ്ട് ഇട്ട് വെച്ചത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഞാൻ മീനും വറക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഗ്യാസിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ കോളിഫ്ലവർ ഞാനൊന്ന് ആദ്യം ഒന്ന് വറക്കുന്നുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനപ്പം ഒത്തിരി ഓയിൽ ഒഴിക്കാതെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇത്തിരി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ കോളിഫ്ലവർ ഇത്തിരി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 2 കറിവേപ്പില ഇട്ട്, പിന്നെ ഉരുളൻകിഴങ്ങും ഒരു 2 ചെറിയ ടൊമാറ്റോ നീളത്തിലരിഞ്ഞതും സവാളയും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇച്ചിരിയും കൂടെ മഞ്ഞൾപ്പൊടിയും ചേർക്കും, ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കും. അപ്പോൾ ആ ടൊമാറ്റോയിലെ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതങ്ങ് ആവി കിടന്നങ്ങ് വേവും. നന്നായി ഒന്ന് വെന്ത് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവട്ടെ. ആ കിഴങ്ങുകളൊക്കെ ഒന്ന് വെളുത്തിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് പിന്നീട് നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പച്ചമുളകും കീറിയിട്ടേ, ഞാൻ 2 എണ്ണേ കീറിയുള്ളൂ. എരിവനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കൊത്തി നോക്കിയ ഉടനെ ഉരുളൻകിഴങ്ങൊക്കെ വേവുന്നുണ്ട്, ഉടയുന്നുണ്ട്, മുറിയുന്നുണ്ട്. അപ്പോൾ ഈ പരുവം മതി. ഇനി ഞാനിതിലേക്ക് പൊടികളൂടെ ചേർക്കട്ടെ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അതേ ഒന്നുകൂടെ നിങ്ങൾക്ക് വെളിയിലെടുത്തിട്ട് പിന്നെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ഉടയ്ക്കാം. ഞാനിങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് കൊത്തി കൊടുത്തേ ഉള്ളൂ. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒത്തിരി എരിവൊന്നും ഞാൻ ചേർക്കുന്നില്ല, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ അതിൻ്റെ അകത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കും. തീ ഏറ്റവും കുറച്ചിട്ട് ഈ മസാലയൊക്കെ ഒന്ന് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ കൂട്ടാൻ തന്നെ വെള്ളം ആക്കാതെ ഡ്രൈ ആയിട്ട് നമുക്ക് മസാല പരുവത്തിലെടുക്കാം. അത് ചപ്പാത്തിക്ക് നല്ലതാണ്. ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ട് എടുത്തതുകൊണ്ട് എനിക്കിത് ചോറിൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി തേങ്ങ വേണമെങ്കിലും അരച്ച് ചേർക്കാം. അപ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ല കുറേയും കൂടെ ഒന്ന് കൊഴുത്തിരിക്കും.
അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഇച്ചിരി കടുക് കൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് ഇത്തിരി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇത്തിരി മുളക് പൊടി വറ്റൽമുളകൊക്കെ ഇന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കറിയിലോട്ട് ഒഴിക്കും. ഇവിടെ പോൾമോന് കൊടുക്കുവാണെങ്കിൽ അവനേറ്റകത്ത ഉരുളൻകിഴങ്ങ് എടുക്കും, കോളിഫ്ലവർ തിന്നത്തില്ല. പിന്നെ കോളിഫ്ലവറൊക്കെ തിന്നാൻ ഞാനിരിക്കണം. അങ്ങനെ കടുക് കൂടി ഇതിൻ്റെ അകത്തോട്ട് വറുത്ത് ചേർക്കട്ടെ. ചീനച്ചട്ടി ഞാൻ എല്ലാം കഴിഞ്ഞ് എണ്ണ ഊറ്റി എൻ്റെ അടിയിൽ ഇച്ചിരി ഇതുണ്ടായിരുന്നു, എന്നാലും ഒരു ഇച്ചിരി അടിയിലുണ്ട്. ഒന്ന് കഴുകിയിട്ട് വീണ്ടും വെച്ചതാണ് ഉരുളി. അപ്പോൾ ഈ നമ്മൾ മാരിനേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടികൾ അടിയിൽ കരിഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ മീനെല്ലാം വറുത്ത് കഴിഞ്ഞാൽ ഞാൻ ആ കറി ഉണ്ടാക്കാൻ പോയെ. ആ നേരം കൊണ്ട് ഇത് ഇച്ചിരി ഒന്ന് തണുത്തായിരുന്നു. പിന്നെ ഞാൻ അരിപ്പ എടുത്ത് അരിച്ച് ആ അരിപ്പയിൽ കഴുത്തേക്കൂടെ ഇച്ചിരിയും കൂടെ പൊടി വീണത് ഇതിൻ്റെ അടിയിലായിപ്പോണ്ട്. പിന്നെ ഞാൻ ഉരുളി ഒന്ന് കഴുകിയൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ സെപ്പറേറ്റ് വഴറ്റി എടുത്തതിന് ശേഷം ലാസ്റ്റ് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് മീനും ഇട്ടിട്ട് ആവശ്യത്തുള്ള വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. ഇതിപ്പം രാത്രി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഇതങ്ങ് പിടിച്ച് നല്ല ഡ്രൈ പരുവാകും. അങ്ങനെ ഇനി ഞാൻ തീ ഓഫാക്കി ഇത് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ഞാൻ തുറക്കുമ്പോൾ കാണിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അന്നൊരു ഓമയ്ക്ക കൊണ്ടുവന്ന് മധുരം ഇല്ലായിരുന്നെന്ന്. പക്ഷെ ഒരു സാധനം എനിക്ക് കളയാൻ മനസ്സ് വരത്തില്ല. അപ്പം ഞാനതെന്തോന്ന് അത് അരിഞ്ഞ് ഇച്ചിരി ഹണി ചേർത്തിട്ട് അത് ഇങ്ങനെ ജ്യൂസ് അടിച്ച് വേറെ ആരും കുടിക്കത്തില്ല. ഇവിടെ ഞാൻ കുടിച്ചത് കളയേണ്ടതെന്ന് പറഞ്ഞ് അതുണ്ടാക്കി ഞാൻ കുടിച്ച്. റേസൻ ഈ ഓമയ്ക്കയുടെ സ്മെല്ല് ഞാനിവിടെ ചെത്തുവാണെങ്കിൽ സ്മെല്ല് ഏട്ടാൽ തന്നെ അവന് ഛർദ്ദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ രാത്രി ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട്, മീനച്ചാറൊന്ന് മിക്സ് ചെയ്യാന്നാണ്ട് ഇപ്പം എല്ലാം നല്ല അബ്സോർവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.